ഇവിടെ ഒരു പ്രത്യേക പൂവിരിയും. പണം വെച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചാൽ രാവിലെ ഒരു നീലത്താമര. നടക്കുന്ന കാര്യമാണെങ്കിൽ ഉറപ്പാ. അത്രയ്ക്ക് വിശ്വാസം? ഇവിടത്തെ വലിയ വിശ്വാസ. ദാസേട്ടൻ പരീക്ഷിച്ചിട്ടുണ്ടോ? ഞാനോ? ഭ്രാന്ത്. എന്റെ ഭഗവാനെ, സമയായി. മോനെ അഞ്ച വ്യസ്തം തുടങ്ങി. അവന്റെ നേരെ എത്രയില്ല. രാഹുകാലം കഴിഞ്ഞു. കുട്ടികൾ തൊഴുതു നമുക്ക് പുറയിലെ വേനൽ കയറാം. നിങ്ങൾ കയറിക്കോളൂ. മോൻ രത്നത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നു. ആ മോന് രത്നത്തിന് ഇഷ്ടപ്പെട്ട അറിയില്ല അനുരാഗമേറെയാൾ അറിവോർ തെറ്റിടുമൊക്കെയൊക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാസഖി ഭാഗ്യശാലികൾ. മുകളിലേക്ക് അഞ്ചാ പച്ചവെള്ളം മതി. ജീരവെള്ളം കുടിക്കില്ല. ഓ, പാത്രമായിട്ട് കേറുമ്പോ നോക്കണം കേട്ടോ. മൂന്നാമത്തെ കോണിപ്പിടി വല്ലാണ്ട് ഇളകും. കിടക്കുമ്പോ തെക്കേ ജനാല അടച്ചോളൂ കേട്ടോ. വടക്കേലെ പൂച്ച അതിലാണ് എന്നും വരിക. എത്ര കാലമായി വന്നിട്ട്? കുറച്ചേ ഉള്ളൂ. അമ്പലക്കുളത്തിലാണോ കുളിക്കുന്നത്? തൃപ്പടിയിൽ പണം വെച്ച പൂവിരിയും. പൂവിരിഞ്ഞ അനുഭവമാണെന്ന് പറയുന്നത് ശരിയാ? അങ്ങനെ എല്ലാരും പറയണേ. കുഞ്ഞുമോൾ എന്താ പരീക്ഷിക്കാത്ത? നിനക്കെന്നും ഞാനുണ്ട്. ഭാഗവതർക്ക് മിണ്ടാൻ വയ്യാത എന്ന് പറഞ്ഞല്ലോ. അതെ, മോഹാലസ്യായിട്ട് കിടക്ക. പാട്ട് കേൾക്കണ്ടല്ലോ. എനിക്ക് കേൾക്കാനില്ലല്ലോ. കുട്ടി, ആ നടക്കൽ കയറി നിന്ന് ഹൃദയം പൊട്ടി ഒന്ന് കരയൂ. അല്ലെങ്കിൽ നിനക്ക് വല്ലതും സംഭവിക്കും. കരയൂ കുട്ടി.
മതി, എഴുന്നേൽക്കൂ. ഇനി കരയരുത്. ഏതി ജീവന്തമാനന്ദോ നരം വർഷശതാതപി. വാത്മീകി രാമായണത്തിന് മുഴുവൻ സത്താണിത് മോളെ. നീ ജീവിക്കൂ. കാലം നിന്റെ ദുഃഖത്തെയും ആനന്ദമാക്കും. വിളിക്കാൻ വരട്ടെട്ടോ. ഒറ്റ മിനിറ്റ്. മുളക് സമ്മന്തി അരച്ചിട്ടില്ല. ചട്നി പറ്റില്ലേ? മുളക് സമ്മന്തി നിർബന്ധമാണോ? അങ്ങനെ പറയണേ. എന്നെക്കാളും ദാസേട്ടന്റെ ഇഷ്ടക്കേടും കുഞ്ഞുമാളിനാവും അറിയാം. അരച്ചോളൂ. കുഞ്ഞുമാളിനെ കുറെ ഏറെ ഒന്ന് പഠിപ്പിക്കാനുണ്ടാവും. ഓ ഈശ്വര, മാനം രക്ഷിച്ചു. ഓ, ഒരു 100 മില്ലിയുടെ. അച്ഛന്മാരെ, അവിടെ പണിക്ക് നിൽക്കണ കുഞ്ഞുമാളുവിന്റെ അമ്മാമ്മയുടെ മാനാ ഞാൻ. അതിന് ഞാനെന്ത് വേണം? അവളൊന്നും ഇങ്ങോട്ട് അയക്കണം. തിരക്ക് തീരുമ്പോ വരും. അച്ഛനായരെ പറയുന്നത് കേട്ടാത്തൊന്നും അവളെ ആരോ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അധികം ഒച്ചിടണ്ട. എന്താണായരെ? ഇയാളുടെ അടുത്തൊരു കുട്ടിയുണ്ട്. അത് കിഴക്കമ്പാട്ട് ജോലിക്ക് നിൽക്കണു. അടുത്തൊന്നും കണ്ടിട്ടില്ല, എന്നാലും തെറ്റില്ല. പട്ടിണി കിടക്കുന്നിടത്ത് വിളിച്ച് ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത് അല്പം ജീവൻ വെക്കുമ്പോ കാണാൻ ഇവറ്റെല്ലാം തല പൊക്കണു. നായരെ, അരിവാസന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനി കിഴക്കപ്പോട്ടെ പണിക്കാരുടെ ആവശ്യം എന്താ അച്ഛനത്? ആ 100 പൈസ വെച്ചിട്ട് പോ. കുട്ടിക്കൃഷ്ണ, എനിക്കൊരു 100 കൊടുത്ത. കുഞ്ഞുമാളോ, നീ വേണമെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ. രത്നം ഉണ്ടല്ലോ ഇവിടെ. നിന്റെ അമ്മാമ്മയുടെ മക ഇന്നലെ അച്ഛനാരെ കണ്ടു പറഞ്ഞത്രേ. വൈകുന്നേരത്തേക്ക് വരണം. ദാസേട്ട് ഇന്ന് പോവാണ്. നീ വേണം എനിക്ക് തുണക്കി കിടക്കാൻ. ഞാൻ പോണില്ല. നിന്റെ മുത്തശ്ശി വയ്യാതെ കിടക്കല്ലേ? ഒന്ന് പോയി കണ്ടു വന്നോളൂ കുട്ടി. പോയി വാ കുട്ടി. ഇവളുടെ അമ്മാവിടെ മകനെ ഒരുത്താനുണ്ട്. ഇവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇവൾക്കാണെങ്കിൽ ഭയങ്കര മടി. അതെന്താ? അവൾക്ക് ഇഷ്ടമില്ലാച്ച പിന്നെ നമ്മൾ നിർബന്ധിച്ചാ പറ്റുമോ? ദാസേട്ടൻ എന്ത് പറഞ്ഞു? അവൻ എന്ത് പറയാനാ? അവന്റെ പുസ്തകങ്ങളും കുത്തിക്കുറിക്കലും അല്ലാണ്ട് വേറെ എന്തിലാ അവനൊരു താല്പര്യം? പാവം.